കൂടി ഓൾ PS എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുമാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരള PSC പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇമ്പോർട്ടൻറ്റ് ആക്ട് എന്ന് പറയുന്നത്, സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ PSCക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചത്. ഇവിടെ തന്നിരിക്കുന്നതിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു അധ്യായമാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007. ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അത്തരത്തിൽ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മളൊന്ന് വളരെ വേഗത്തിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി വരാൻ പോകുന്ന +2 ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഈ പരീക്ഷകൾക്കെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇത്രത്തോളം എക്സാമുകൾക്ക് നമുക്ക് എന്താണ് ഗുണം ചെയ്യുന്നതുമാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിലേക്ക് നമുക്ക് വരാം. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റ് ഇതാണ്: മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുമായി രൂപീകരിക്കപ്പെട്ട നിയമമാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം എന്ന് പറയുന്നത് എന്താണ്? മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുമായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് എന്ത്? ഈ പറയുന്ന മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് തീയതികൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു നിയമം പാസ്സാക്കിയത് ലോകസഭയിൽ എപ്പോഴാണെന്ന് വെച്ചാൽ 2007 ഡിസംബർ 5-നാണ്. തൊട്ടടുത്ത ദിവസം 2007 ഡിസംബർ 6-ന് രാജ്യസഭ പാസ്സാക്കി. 2007 ഡിസംബർ 29-ാം തീയതി ഈ നിയമം നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതേപോലെ തന്നെ ഈ ഒരു നിയമം കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും നടപ്പാക്കി തുടങ്ങിയത് തൊട്ടടുത്ത വർഷമാണ്, 2008 സെപ്റ്റംബർ 24-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. 2008 സെപ്റ്റംബർ മാസം 24-ാം തീയതി നമ്മുടെ കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കിയെന്ന് വെച്ചാൽ 2008 സെപ്റ്റംബർ 24-നാണ്. ഈ ഒരു തീയതി മുതലാണ് ഈ നിയമം സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കി തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? 2007 ഡിസംബർ 5-ന് ലോകസഭ പാസ്സാക്കി, ഡിസംബർ 6-ന് രാജ്യസഭ പാസ്സാക്കി, ഡിസംബർ 29-ന് ഈ നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. എന്നാൽ ഈ നിയമം നടപ്പാക്കിയത് എന്ന് മുതലാണെന്ന് വെച്ചാൽ 2008 സെപ്റ്റംബർ മാസം 24-ാം തീയതി മുതലാണ്. തുടർന്ന് നമ്മൾ ഈ ഒരു നിയമത്തിന്റെ ഘടനയിലേക്ക് വരുമ്പോൾ ഈ ഒരു നിയമത്തിന് 7 അധ്യായങ്ങളും 32 സെക്ഷനുകളുമാണ് ഉള്ളത്. ഇതിൽ ഓരോ അധ്യായത്തിൻ്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രാരംഭികമാണ്. രണ്ടാമത്തെ അധ്യായം ഓർത്തിരിക്കണം, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണമാണ്. അപ്പോൾ ഏതൊരു അധ്യായത്തിലാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു നിയമത്തിൽ 2-ാം അധ്യായത്തിലാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ അധ്യായം 3 കാര്യം ഓർത്തിരിക്കുക. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയുള്ള വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ചോദിച്ചാൽ അധ്യായം 4. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ചോദിച്ചാൽ അധ്യായം 5. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായം ചോദിച്ചാൽ അധ്യായം 6 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു, 2-ാമത്തെ അധ്യായം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണമാണ്. വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുക 3-ാമത്തെ അധ്യായം. മുതിർന്ന പൗരന്മാർക്കുള്ള പരിരക്ഷയുള്ള വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്നതാണ് 4-ാമത്തെ അധ്യായത്തിൽ. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണമാണ്. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഈ ഒരു നിയമത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ 1-ാമത്തെ അധ്യായത്തിൽ സെക്ഷൻ 2-ലൊക്കെ ആയിട്ട് കുറച്ച് നിർവചനങ്ങളാണ് പറയുന്നത്. അതായത് ഈ ഒരു നിയമത്തിൽ നമ്മൾ ഇനി അങ്ങോട്ട് കുട്ടി എന്നെവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ഇനി അങ്ങോട്ട് ബന്ധു എന്നെവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്താണ് ഈ ഒരു നിയമത്തിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സെക്ഷൻ 2 പല സബ് ക്ലോസിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നിയമത്തിൽ ഇനി നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോകുന്ന സമയത്ത് ഇന്നത് കുട്ടികൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ കുട്ടി ഇതാണെന്ന് നമുക്ക് എടുത്തെഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതിന് പകരമായിട്ട് ഈ സെക്ഷൻ 2 എന്ത് പറഞ്ഞു പോകുന്നുണ്ട്? ഓരോ പദത്തിൻ്റെയും നിർവചനം പറഞ്ഞു പോകുന്നുണ്ട്.
അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതിൽ സെക്ഷൻ 2A പറയുന്നു കുട്ടികൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. നമ്മളിവിടെ പരിചയപ്പെടുന്ന മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 നിങ്ങൾ ഇനി അങ്ങോട്ട് കുട്ടികൾ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥമാക്കുന്ന പ്രായപൂർത്തിയായ മകനോ മകളോ കൊച്ചുമകനോ കൊച്ചുമകളോ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 18 വയസ്സിൽ താഴെയുള്ളതല്ല ഇവിടെ കുട്ടി. പല നിയമങ്ങളും നമ്മൾ പഠിക്കും 18 വയസ്സിൽ താഴെയുള്ളതിനെയാണ് കുട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായ 18 വയസ്സ് കഴിഞ്ഞ മകനോ മകളോ കൊച്ചുമകളോ ആണ് എന്തെന്ന് പറയുന്നത് കുട്ടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു നിയമത്തിൽ നമ്മൾ എവിടെയെങ്കിലും സംരക്ഷണം അല്ലെങ്കിൽ മെയിൻ്റെനൻസ് എന്നൊരു പറയുന്ന ഒരു പദം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്ന ആഹാരം, വസ്ത്രം, താമസം, വൈദ്യ ശുശ്രൂഷ, ചികിത്സ എന്നിവയാണ്. ഈ ഒരു നിയമപ്രകാരം നമ്മൾ എന്താണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമാണ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നവർക്ക് ആഹാരം കൊടുത്തിരിക്കണം, വസ്ത്രം കൊടുത്തിരിക്കണം, താമസം കൊടുത്തിരിക്കണം, വൈദ്യ ശുശ്രൂഷ കൊടുത്തിരിക്കണം, ചികിത്സ കൊടുത്തിരിക്കണം. അടിസ്ഥാനപരമായിട്ട് അവർക്ക് ലഭിക്കേണ്ട സംരക്ഷണം എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഈ ഒരു നിയമത്തിൽ 2 സബ് ക്ലോസ് ബിയിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് എന്തിനെക്കുറിച്ച്? സംരക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മെയിൻ്റെനൻസിനെ കുറിച്ച്. 2A കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട് എന്താണ് കുട്ടി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു നിയമത്തിൽ നമ്മൾ ഇനി അങ്ങോട്ട് രക്ഷിതാവ് എന്നൊരു പദം കേൾക്കും. അവിടെ 2D എന്ന് പറയുന്ന സബ് ക്ലോസിൽ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്, ജന്മം നൽകിയതോ ദത്തെടുത്തതോ ആയ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ. ഇവിടെ കൃത്യമായി പറയുന്ന ഒരു പോയിന്റ് എന്താ? ഇവർക്ക് പ്രായപരിധിയില്ല. പല നിയമങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്ര പ്രായപരിധിക്കുള്ളവരെയാണ് ഇന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മളിവിടെ പറഞ്ഞു എന്താണ്, കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ്, ഈ രക്ഷിതാവിന്റെ കേസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്താണ്, പ്രായപരിധിയില്ല. പ്രായപരിധിയില്ല എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ജന്മം നൽകിയതോ ദത്തെടുത്തതായ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ എന്താണ് രക്ഷിതാവ് എന്ന കാറ്റഗറിയിൽ പെടുന്നു. അതിലെ അച്ഛനോ അമ്മയോ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, പ്രായപരിധിയില്ല എന്ന് ഈ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ ഒരു നിയമത്തിൽ നമ്മൾ അങ്ങോട്ട് എവിടെയെങ്കിലും ബന്ധു എന്ന് പറയുന്ന ഒരു ടേം കണ്ടിട്ടുണ്ടെങ്കിൽ 2G കൃത്യമായിട്ട് അതിനെ നിർവചിച്ചിട്ടുണ്ട്. കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്റെ നിയമപരമായ അവകാശിയും പ്രായപൂർത്തിയായതും നിലവിൽ തന്റെ സ്വത്തുക്കൾ കൈവശം വെക്കുന്നതോ തന്റെ മരണശേഷം കൈവശം വെക്കാൻ അവകാശമുള്ളതോ ആയ വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബന്ധു എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പല ബന്ധുക്കളുണ്ടായിരിക്കും അല്ലേ, നമുക്ക് എന്താണ് അമ്മായിമാരുണ്ടായിരിക്കും, കൊച്ചച്ഛന്മാരുണ്ടായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ബന്ധു എന്ന് പറയുന്ന ആ ഒരു പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 നിങ്ങൾ ബന്ധു എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് ഇതാണ്, കുട്ടികളില്ലാത്ത മുതിർന്ന പൗരന്റെ നിയമപരമായ അവകാശിയും പ്രായപൂർത്തിയായതും നിലവിൽ തന്റെ സ്വത്തുക്കൾ കൈവശം വെക്കുന്നതോ തന്റെ മരണശേഷം കൈവശം വെക്കാൻ അവകാശമുള്ളതോ ആയ വ്യക്തിയെയാണ് ബന്ധു എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എവിടെയാണ് പറയുന്നത്? 2G പറയുന്നത് ബന്ധുവിനെ കുറിച്ച് പറയുന്നത്. ഇനി ഈ ഒരു നിയമത്തിൽ 2H കൃത്യമായി പറയുന്നു എന്താണ് മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്. ഇന്ത്യൻ പൗരനായ 60 വയസ്സോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മുതിർന്ന പൗരൻ എന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007. അപ്പോൾ ആ നിയമത്തിൽ കൃത്യമായി പറയുന്ന 2 പോയിന്റുകൾ എന്താണ്, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2007 എന്നാണ്. അതിൽ നമ്മൾ എന്താണ് രക്ഷിതാവ് എന്നതിൻ്റെ ആ ഒരു നിർവചനം നമ്മൾ പരിചയപ്പെട്ടു. അതേപോലെ തന്നെ ഇപ്പോൾ എന്താണ് മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഈ ഒരു നിയമത്തിൽ നമ്മൾ വെൽഫെയർ അല്ലെങ്കിൽ ക്ഷേമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന 2K കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുതിർന്ന പൗരന് ആവശ്യമായ ആഹാരം, ആരോഗ്യ പരിരക്ഷ, വിനോദ വിശ്രമ കേന്ദ്രങ്ങൾ. ഇതാണ് ക്ഷേമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മുതിർന്ന പൗരന് ആവശ്യമായിട്ടുള്ള ആഹാരം, അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷ, അതുപോലെ വിനോദ വിശ്രമ കേന്ദ്രങ്ങൾ. ഈ ഒരു നിയമത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ സെക്ഷൻ 3 കൃത്യമായിട്ട് പറയുന്നു ഈ നിയമത്തിന്റെ തുല്യ വ്യവസ്ഥകളുള്ള മറ്റ് നിയമങ്ങൾ എന്താണ്, അസാധുവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ നിയമത്തിന് തുല്യവസ്തുക്കളുള്ള മറ്റു നിയമങ്ങൾ എന്താണ്, അസാധുവാണെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നു. സെക്ഷൻ 3 കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടത് എന്താണ്, അധ്യായം 1 പറഞ്ഞു പോകുന്ന സെക്ഷൻ 2 പറഞ്ഞു പോകുന്ന കുറേ നിർവചനങ്ങൾ പരിചയപ്പെട്ടു. ആ നിർവചനങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഈ നിയമപ്രകാരം കുട്ടി കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് ഈ നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെ പരീക്ഷയ്ക്ക് പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ സെക്ഷൻ 3 എന്ന് പറയുന്നത് ഈ നിയമത്തിന് തുല്യവസ്ഥകളുള്ള മറ്റു നിയമങ്ങൾ അസാധുവാണ് എന്ന് പറയുന്നത്. തുടർന്ന് ഈ ഒരു നിയമത്തിനുള്ളിലേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 2-ാമത്തെ അധ്യായം എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്.
രണ്ടാമത്തെ അധ്യായത്തിൽ സെക്ഷൻ 4 മുതൽ 18 വരെയുള്ള സെക്ഷനുകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ 4 മുതൽ 18 വരെയുള്ള സെക്ഷനുകളാണ് ഉൾപ്പെടുന്നത്. അതിൽ സെക്ഷൻ 4 പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 4 എന്ന് പറയുന്നത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 കാര്യം ഓർക്കുക. അതിൽ സെക്ഷൻ 4 കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന പോയിന്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വന്തം സമ്പാദ്യത്തിൽ നിന്നോ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തിൽ നിന്നോ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത മുതിർന്ന പൗരന്, സ്വയം സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു മുതിർന്ന പൗരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയായ ഒന്നോ അതിലധികമോ കുട്ടികൾക്കെതിരെയോ, കുട്ടികളില്ലാത്ത മുതിർന്ന പൗരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിനെതിരെയോ സംരക്ഷണത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപ്പൊ എന്താണ് കുട്ടി, എന്താണ് ബന്ധു എന്നൊക്കെ നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇവിടെ കുട്ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ പഠിച്ച കുട്ടി എന്ന നിർവചനമാണ്. ഇവിടെ ബന്ധു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ച ബന്ധു എന്ന നിർവചനമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നോ ആ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള സ്വത്തിൽ നിന്നോ സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു മുതിർന്ന പൗരനാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയായ ഒന്നോ അതിലധികമോ കുട്ടികൾക്കെതിരെയോ, കുട്ടികളില്ലാത്ത മുതിർന്ന പൗരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിനെതിരെ എന്ത് ചെയ്യാം? സംരക്ഷണത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്ന കാര്യം ഓർക്കുക. അതെവിടെ പറയുന്നു? സെക്ഷൻ 4 പറയുന്നു. അപ്പൊ സെക്ഷൻ 4 എന്ന് പറയുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ്. അപ്പോൾ താങ്കൾക്ക് എന്താണ് ഈ പറയുന്ന സ്വയം സംരക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുട്ടിക്കെതിരെയും അതുപോലെ തന്നെ ബന്ധുവിനെതിരെയും എന്താണ് അപേക്ഷ സമർപ്പിക്കാം എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. സെക്ഷൻ 4 പറയുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സെക്ഷൻ 5 എന്തായിരിക്കും ഇനി പറയുക? സംരക്ഷണത്തിനായുള്ള അപേക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനുമാണ്. അപ്പോൾ സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷ കൊടുക്കാമെന്ന് സെക്ഷൻ 4 പറയുന്നെങ്കിൽ ആ അപേക്ഷയെ പറ്റി ഇവിടെ പറയുന്നുണ്ട് സെക്ഷൻ 5 പറയുന്നത്. സെക്ഷൻ 4 പ്രകാരം പരിപാലനത്തിനായിട്ട് എന്താണ് ഒരു അപേക്ഷ നൽകാവുന്നതാണ്. സംരക്ഷണത്തിനായുള്ള അപേക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 5 ഒരു മുതിർന്ന പൗരനോ അല്ലെങ്കിൽ രക്ഷിതാവിനോ സാഹചര്യം പോലെയോ അദ്ദേഹത്തിന് പ്രാപ്തിയില്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യക്തിയോ സംഘടനയോ വഴി അപേക്ഷ സമർപ്പിക്കാം. ഇതുമല്ലെങ്കിലോ ട്രിബ്യൂണലിന് സ്വമേധയാ നടപടി എടുക്കാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം? അതാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഈ നിയമപ്രകാരം ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും? ഒന്ന്, ആ ഒരു മുതിർന്ന പൗരനെ എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അദ്ദേഹത്തെ അപേക്ഷ കൊടുക്കാൻ, സ്വന്തം പോയിട്ട് അപേക്ഷ കൊടുക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യക്തിക്കോ സംഘടനയ്ക്കോ എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല എങ്കിലോ ട്രിബ്യൂണലിന് സ്വമേധയാ എന്ത് ചെയ്യാൻ പറ്റും? നടപടി എടുക്കാനും പറ്റും. ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ട്രിബ്യൂണലിനെ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ട്രിബ്യൂണലിന് എന്ത് ചെയ്യാൻ പറ്റും? സ്വമേധയാ നടപടി എടുക്കാനും പറ്റും എന്ന കാര്യം ഓർക്കുക. ഇത് പ്രീവിയസ് ആയിട്ട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്. ഈ വകുപ്പ് പ്രകാരം ട്രിബ്യൂണലിന് കുട്ടികളോടോ ബന്ധുവിനോടോ മുതിർന്ന പൗരന്റെ ഇടക്കാല സംരക്ഷണത്തിനായുള്ള പ്രതിമാസ ഭത്ത നൽകാൻ ഉത്തരവിടാമെന്ന് പറയുന്നു. ഈ പ്രതിമാസ ഭത്ത ട്രിബ്യൂണലുകൾ കാലാകാലങ്ങളായി നിർദ്ദേശിക്കുന്ന മുറയ്ക്കായിരിക്കുമെന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. സംരക്ഷണത്തിനുള്ള അപേക്ഷ ലഭിച്ചാൽ കുട്ടികൾക്കോ ബന്ധുവിനോ അപേക്ഷ സംബന്ധിച്ച നോട്ടീസ് നൽകുകയും കക്ഷികൾക്ക് പറയാനുള്ളത് പറയാൻ അവസരം നൽകിയ ശേഷം സംരക്ഷണ തുക നിർണ്ണയിക്കാൻ ഒരു അന്വേഷണം നടത്തുകയും വേണമെന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ഈ പറയുന്ന വ്യക്തി പോയിട്ട് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രിബ്യൂണലിൽ എന്താണ് ചെയ്യുക? ഈ കുട്ടികൾക്കോ ബന്ധുവിനോ എന്ത് ചെയ്യും? അപേക്ഷ സംബന്ധിച്ച നോട്ടീസ് നൽകുന്നു. കക്ഷികൾക്ക് പറയാനുള്ള അവസരം നൽകിയ ശേഷം എന്ത് ചെയ്യാം? സംരക്ഷണ തുക നിർണ്ണയിക്കാനായിട്ട് ഒരു അന്വേഷണം നടത്തുകയും വേണം. എത്ര സംരക്ഷണ തുക കൊടുക്കണം അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അന്വേഷണം നടത്തുകയും വേണം. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇവിടെ നമ്മൾ ഈ പറയാൻ പോകുന്നത്. കൂടാതെ അപേക്ഷ നൽകിയ തീയതി മുതൽ എത്ര ദിവസത്തിനുള്ളിൽ സംരക്ഷണത്തിനായുള്ള പ്രതിമാസ ഭത്തയെ സംബന്ധിച്ച നടപടികളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട് എന്ന് ചോദിച്ചാൽ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. 90 ദിവസത്തിനുള്ളിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ ഒരു പോയിന്റ് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അസാധാരണ സാഹചര്യങ്ങളിൽ ട്രിബ്യൂണലിന് പ്രസ്തുത കാലയളവ് പരമാവധി 30 ദിവസത്തേക്ക് ഒരിക്കൽ നീട്ടാവുന്നതാണെന്നും കൂടെ പറയുന്നുണ്ട്. എന്നാൽ അസാധാരണ സാഹചര്യങ്ങളിൽ ട്രിബ്യൂണലിന് പ്രസ്തുത കാലയളവ് പരമാവധി 30 ദിവസത്തേക്ക് കൂടുതൽ നീട്ടാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇതാണ്, ഈ ഒരു അപേക്ഷ തീർപ്പാക്കേണ്ട ഒരു സമയപരിധി എന്ന് പറയുന്നത് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. അപേക്ഷ നൽകിയ തീയതി മുതൽ, എപ്പോഴാണോ അപേക്ഷ നൽകിയത് ആ തീയതി മുതൽ 90 ദിവസത്തിനുള്ളിൽ സംരക്ഷണത്തിനായുള്ള പ്രതിമാസ ഭത്തയെ സംബന്ധിച്ച നടപടികളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. സംരക്ഷണത്തിലുള്ള അപേക്ഷ ഒന്നോ അതിലധികമോ വ്യക്തികൾക്കെതിരെ അപേക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കുട്ടികളോ ബന്ധു പരിപാലനത്തിലുള്ള അപേക്ഷയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സംരക്ഷണത്തിനുള്ള അപേക്ഷ ഒന്നോ അതിലധികമോ വ്യക്തികൾക്കെതിരെ അപേക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കുട്ടികളോ ബന്ധുവോ പരിപാലനത്തിലുള്ള അപേക്ഷയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ മറ്റൊരാളെ അപേക്ഷയിൽ കക്ഷി ചേർക്കാവുന്നതുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ ഒരാൾക്ക് ഒരു
പ്രായപൂർത്തിയായിട്ടുള്ള 4 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്കെതിരാണ് അദ്ദേഹം ഈ അപേക്ഷ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ 4-ാമനെയും ചേർക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ 3 പേർക്കുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നിലധികം വ്യക്തിക്കെതിരെ സംരക്ഷണ ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരാളുടെ മരണം സംരക്ഷണ ചെലവ് തുടർന്ന് നൽകുന്നതിനുള്ള മറ്റുള്ളവരുടെ ബാധ്യതയെ ബാധിക്കില്ല എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം വ്യക്തികൾക്കെതിരെ സംരക്ഷണ ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരാളുടെ മരണം സംരക്ഷണ ചെലവ് തുടർന്ന് നൽകുന്നതിനുള്ള മറ്റുള്ളവരുടെ ബാധ്യതയെ എന്ത് ചെയ്യില്ല, ബാധിക്കത്തില്ല എന്ന കാര്യം ഓർക്കുക. ഇനി സംരക്ഷണത്തിനുള്ള അലവൻസോ തുടർ നടപടികൾക്കുള്ള ചെലവുകളുടെ അലവൻസോ ഉത്തരവിന്റെ തീയതി മുതലോ അപ്രകാരം ഉത്തരവായിട്ടുണ്ടെങ്കിൽ സംരക്ഷണത്തിനോ നടപടി ചെലവുകൾക്കോ വേണ്ടിയുള്ള അപേക്ഷയുടെ തീയതി മുതലോ നൽകേണ്ടതാണ് എന്നിവിടെ പറയുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സംരക്ഷണത്തിനുള്ള അലവൻസോ തുടർ നടപടിക്കുള്ള ചെലവുകൾക്കുള്ള അലവൻസോ ഉത്തരവിന്റെ തീയതി മുതലോ അപ്രകാരം ഉത്തരവായിട്ടുണ്ടെങ്കിൽ സംരക്ഷണത്തിനോ നടപടി ചെലവുകൾക്കോ വേണ്ടിയുള്ള അപേക്ഷയുടെ തീയതി മുതലോ നൽകേണ്ടതാണ്. അപ്രകാരം ഉത്തരവ് നൽകപ്പെട്ട കുട്ടികളോ ബന്ധുവോ മതിയായ കാരണം കൂടാതെ ഉത്തരവ് അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ, ഇവര് ഈ ഒരു ഉത്തരവ് അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ട്രിബ്യൂണലിന് ഉത്തരവിനെ ഓരോ ലംഘനത്തിനും പിഴ ഈടാക്കുന്നതിനായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു വാറന്റ് പുറപ്പെടുവിക്കാം. ഇനി ഈ വാറന്റ് നടപ്പിലാക്കിയതിന് ശേഷവും എന്താണ്, പണം നൽകാതെ വന്നാൽ, അപ്പോൾ ഈ വാറന്റ് പുറപ്പെടുവിച്ച ശേഷവും അതും ലംഘിക്കുകയാണെങ്കിൽ അവിടെ ഒരു ശിക്ഷ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. 1 മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലേക്കോ അല്ലെങ്കിൽ പണം അടച്ചു തീർക്കുന്നത് വരെയോ അവയിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതുവരെയോ എന്ത് ചെയ്യാം, തടവ് ശിക്ഷ ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഈ പറഞ്ഞ വാറന്റ് പുറപ്പെടുവിച്ചു, അതും ലംഘിക്കപ്പെടുകയാണെങ്കിൽ 1 മാസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലേക്കോ അല്ലെങ്കിൽ എന്താണ് പണം അടച്ചു തീർക്കുന്നത് വരെയോ അവയിൽ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതുവരെയോ എന്താണ് തടവ് ശിക്ഷ നൽകാവുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ വകുപ്പ് പ്രകാരം കിട്ടുവാനുള്ള തുക കുടിശ്ശികയായ തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ ഈടാക്കാൻ ട്രിബ്യൂണലിൽ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഇദ്ദേഹം പോയിട്ട് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, കുടിശ്ശികയായ തുക വീണ്ടെടുക്കാൻ വാറന്റ് പുറപ്പെടുവിക്കാൻ പാടുള്ളതല്ല എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ എന്നാലും ഈ വകുപ്പ് പ്രകാരം കിട്ടുവാനുള്ള തുക കുടിശ്ശികയായ തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ ഈടാക്കാൻ ട്രിബ്യൂണലിൽ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ കുടിശ്ശികയായ തുക വീണ്ടെടുക്കാൻ വാറന്റ് പുറപ്പെടുവിക്കാൻ ആർക്ക് പാടില്ല, ട്രിബ്യൂണലിന് പാടില്ല എന്നും കൂടെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടെ പറയുന്നത് സെക്ഷൻ 6-ലാണ് അധികാരപരിധിയെയും നടപടിക്രമങ്ങളെയും കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 പഠിച്ചു, അപേക്ഷയ്ക്ക് കൊടുക്കാന്ന് അവിടെ പറയുന്നു, എങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നു, ആർക്കൊക്കെ കൊടുക്കാമെന്ന് സെക്ഷൻ എവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 5-ൽ പറയുന്നുണ്ട്. സെക്ഷൻ 6-ലേക്ക് വരുമ്പോൾ സെക്ഷൻ 6-ലാണ് അധികാരപരിധിയെയും നടപടിക്രമങ്ങളെയും പറ്റി പറയുന്നത്. അധികാരപരിധിയും നടപടിക്രമങ്ങളെയും പറ്റി പറയുന്നത് സെക്ഷൻ 6-ലാണ്. സെക്ഷൻ 6-ൽ എന്താണ് പറയുന്നത്? സംരക്ഷണത്തിനുള്ള അപേക്ഷ സംബന്ധിച്ച നടപടികൾ കുട്ടികളോ ബന്ധുക്കളോ താമസിക്കുന്ന ജില്ലയിലോ അവർ അവസാനം താമസിച്ച ജില്ലയിലോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സംരക്ഷണത്തിനുള്ള അപേക്ഷ സംബന്ധിച്ച നടപടികൾ കുട്ടികളോ ബന്ധുക്കളോ താമസിക്കുന്ന ജില്ലയിലോ അവർ അവസാനം താമസിച്ച ജില്ലയിലോ എടുക്കാവുന്നതാണ്. സംരക്ഷണത്തിനുള്ള അപേക്ഷ ലഭിച്ചാൽ കുട്ടികളോ ബന്ധുക്കളോ ആർക്കെതിരെയാണോ അപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളത് അവരുടെ സാന്നിധ്യം ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമം ട്രിബ്യൂണൽ എന്ത് ചെയ്യാൻ പറ്റും, പുറപ്പെടുവിക്കാൻ പറ്റും. ആർക്കെതിരെയാണോ അപേക്ഷ നൽകിയിരിക്കുന്നത് അവരുടെ സാന്നിധ്യം എന്ത് ചെയ്യാം, ട്രിബ്യൂണലിന് ലഭ്യമാക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. കുട്ടികളുടെയോ ബന്ധുക്കളുടെയോ ഹാജർ ഉറപ്പാക്കുന്നതിന് 1973 നിയമ സംഹിത പ്രകാരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാരം ട്രിബ്യൂണലിന് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തിന്റെ അധികാരം ഉണ്ടായിരിക്കും? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാരം ഉണ്ടായിരിക്കും ഇവരുടെ ഹാജർ ഉറപ്പാക്കാനായിട്ട്. കുട്ടികളോ ബന്ധുക്കളോ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തരത്തിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യാൻ പറ്റും, സമൻസ് നൽകാൻ പറ്റും എന്ന കാര്യം ഓർക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ സെക്ഷൻ 6-മായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഇനി സെക്ഷൻ 7 എന്ന് പറയുന്ന മറ്റൊരു ടേം പരിചയപ്പെടുന്നു. മെയിൻ്റെനൻസ് ട്രിബ്യൂണലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ്റെനൻസ് ട്രിബ്യൂണൽ ഉണ്ടല്ലോ, അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സെക്ഷൻ 7 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സംരക്ഷണത്തിനുള്ള ഉത്തരവിന്റെ കാര്യത്തിനായുള്ള വിധി നിർണ്ണയിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ ഓരോ സബ് ഡിവിഷനിലും ഒന്നോ അതിലധികമോ ട്രിബ്യൂണലുകൾ രൂപീകരിക്കേണ്ടതാണ്. അപ്പോൾ ആരാണ് രൂപീകരിക്കേണ്ടത്? സംസ്ഥാന സർക്കാരാണ് രൂപീകരിക്കേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു സംസ്ഥാനത്തിന്റെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ. അപ്പോൾ ആരാണ് ഇത് രൂപീകരിക്കുന്നത്? സംസ്ഥാന സർക്കാരാണ്. ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനത്തിലൂടെ ഒരു സബ് ഡിവിഷനിലുള്ള ഒന്നോ അതിലധികമോ ട്രിബ്യൂണലുകൾ എന്ത് ചെയ്യാൻ പറ്റും, രൂപീകരിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ രൂപീകരിക്കുന്ന ആ ട്രിബ്യൂണലിന്റെ അധ്യക്ഷന്റെ യോഗ്യതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്
ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായിട്ട് വരേണ്ടത്? ഒരു സംസ്ഥാനത്തിൻ്റെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായിട്ട് വരേണ്ടത്. ഏതെങ്കിലും പ്രദേശത്തിനായി 2 അതിലധികമോ ട്രിബ്യൂണലുകൾ രൂപീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പൊതുവായ അല്ലെങ്കിൽ പ്രത്യേകമായ ഉത്തരവിലൂടെ അവയുടെ പ്രവർത്തനങ്ങൾ വിഭജിച്ച് ക്രമീകരിക്കാവുന്നതാണ് എന്നും കൂടെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്രദേശത്തിനായിട്ട് 2 അതിലധികമോ ട്രിബ്യൂണലുകൾ രൂപീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പൊതുവായ അല്ലെങ്കിൽ പ്രത്യേകമായ ഉത്തരവിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ട്രിബ്യൂണലിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വിഭജിച്ച് ക്രമീകരിക്കാവുന്നതാണ് എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്ഷൻ 7 ആണ് പഠിക്കുന്നത്. സെക്ഷൻ 7 എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് ട്രിബ്യൂണലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അത് രൂപീകരിക്കുന്ന ആരാണ്? നമ്മൾ പറഞ്ഞു, ഒരു ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ സംസ്ഥാന സർക്കാരാണ് ഓരോ സബ് ഡിവിഷനിലും 1 അതിലധികമോ ട്രിബ്യൂണലുകൾ രൂപീകരിക്കാൻ പറ്റുമെന്ന് സെക്ഷൻ 7 പറയുന്നത്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കേണ്ടത്, ഒരു സംസ്ഥാനത്തിൻ്റെ സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായിട്ട് വരേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും പ്രദേശത്തിനായിട്ടോ 2 അതിലധികമോ ട്രിബ്യൂണലുകൾ രൂപീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പൊതുവായ അല്ലെങ്കിൽ പ്രത്യേകമായ ഉത്തരവിലൂടെ അവയുടെ പ്രവർത്തനങ്ങൾ വിഭജിച്ച് ക്രമീകരിക്കാവുന്നതാണ് എന്നും കൂടെ ഈ ഒരു നിയമത്തിൽ സെക്ഷൻ 7 പറയുന്നുണ്ട്. ഇനി അടുത്ത പറയുന്നത് നോക്കാം. അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് ഇത് സെക്ഷൻ 8 എന്ന് പറയുന്നത്. സംപ്രേഷണത്തിലുള്ള അപേക്ഷയിന്മേലുള്ള ഏതെങ്കിലും അന്വേഷണ വിചാരണ നടത്തുമ്പോൾ ട്രിബ്യൂണലിലെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ചട്ടങ്ങൾക്ക് വിധേയമായി അതിന് ഉചിതമെന്ന് തോന്നുന്ന സമ്മറി നടപടിക്രമം പിന്തുടരാം. ശബ്ദത്തിന്മേൽ തെളിവെടുപ്പ് നടത്തുന്നതിനും സാക്ഷികളെ ഹാജരാക്കുന്നതിനും രേഖകളുടെയും ഭൗതിക വസ്തുക്കളുടെയും കണ്ടെത്തലും ഹാജരാക്കലും നിർബന്ധിക്കുന്നതിനും നിർദ്ദേശിച്ചേക്കാവുന്ന മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രിബ്യൂണലിന് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് ഉണ്ടായിരിക്കേണ്ടാവുന്ന ഏതൊരു ചട്ടത്തിനും വിധേയമായി ട്രിബ്യൂണൽ എന്ത് ചെയ്യാം? സംരക്ഷണത്തിലുള്ള എന്തെങ്കിലും അവകാശങ്ങൾ തീർപ്പാക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനുമായിട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും പ്രത്യേക അറിവുള്ള 1 അതിലധികമോ വ്യക്തികളെ തിരഞ്ഞെടുക്കാവുന്നതാണെന്നും കൂടെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ സെക്ഷൻ 8 അന്വേഷണ വിചാരണയുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമവുമായി ബന്ധപ്പെട്ട സെക്ഷൻ പറയുന്നത് സെക്ഷൻ 8 ഈ പറയുന്ന ഈ ഒരു ട്രിബ്യൂണലിന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ഈ പറയുന്ന സെക്ഷൻ 8 കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന ശബ്ദത്തിന്മേൽ തെളിവെടുപ്പ് നടത്തുന്നതിനും സാക്ഷികളെ ഹാജരാക്കുന്നതിനും രേഖകളുടെയും ഭൗതിക വസ്തുക്കളുടെയും കണ്ടെത്തലും ഹാജരാക്കലും നിർബന്ധിക്കുന്നതിനും നിർദ്ദേശിച്ചേക്കാവുന്ന മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രിബ്യൂണലിന് എന്താണ്? ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8 കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞെന്താണ്? ഇതിനായിട്ട് ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു ചട്ടത്തിനും വിധേയമായിട്ട് ട്രിബ്യൂണൽ എന്താണ്? സംരക്ഷണത്തിലുള്ള ഏതെങ്കിലും അവകാശവാദങ്ങൾ തീർപ്പാക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും പ്രത്യേക അറിവുള്ള 1 അതിലധികമോ വ്യക്തികളെ തിരഞ്ഞെടുക്കാവുന്നതാണെന്നും കൂടെ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അടുത്ത് നമ്മളിവിടെ പറയുന്നത് സെക്ഷൻ 9 സംരക്ഷണത്തിനായുള്ള ഉത്തരവിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 9 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ ഒരു നിയമത്തിൽ സംരക്ഷണത്തിനായുള്ള ഉത്തരവിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 9 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം 2017 സംരക്ഷണത്തിനായുള്ള ഉത്തരവിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 9 കുട്ടികളോ ബന്ധുക്കളോ സ്വയം പരിപാലിക്കാൻ കഴിയാത്ത ഒരു മുതിർന്ന പൗരനെ അവഗണിക്കുകയോ സംരക്ഷിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ അത്തരം കുട്ടികളോടോ ബന്ധുക്കളോടോ പ്രതിമാസം അലവൻസ് നൽകാൻ ട്രിബ്യൂണലിന് കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കാവുന്ന പ്രകാരം ഉത്തരവിടാമെന്നാണ് പറയുന്നത്. ഇനി ട്രിബ്യൂണലിന് ഉത്തരവിടാൻ കഴിയുന്ന പരമാവധി സംരക്ഷണ ചെലവ് പ്രതിമാസം എത്രയാണ്? 10,000 രൂപയിൽ കവിയാൻ പാടില്ലെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശമുണ്ട്. അപ്പോൾ അടുത്തൊരു പോയിന്റാണ്, മാക്സിമം എത്ര വരെ നമുക്ക് കൊടുക്കാം? 10,000 വരെയാണ് ട്രിബ്യൂണലിന് ഉത്തരവിടാൻ പറ്റൂ എന്ന പോയിന്റ് ഓർത്തിരിക്കുക. എത്ര വരെയാണ്? 10,000 രൂപ വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, പ്രതിമാസ അലവൻസ് സ്വീകരിക്കുന്ന ഒരു വ്യക്തി തെറ്റായി പ്രതിനിധാനം ചെയ്തതിൻ്റെയോ വസ്തുത തെറ്റിച്ചതിൻ്റെയോ തെളിവിൽ ട്രിബ്യൂണലിന് പ്രതിമാസ ഭത്തയിൽ അനുയോജ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും എന്നും കൂടെ ഓർത്തിരിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആർക്ക് തീരുമാനിക്കാൻ പറ്റും? ട്രിബ്യൂണലിന് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കാൻ പറ്റും. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാക്സിമം എത്രയാണ്? 10,000 രൂപ എന്നത് ഓർത്തിരിക്കുക. ഇനി സംരക്ഷണ ഉത്തരവ് നടപ്പാക്കലുമായി ബന്ധപ്പെട്ടതാണ്. സംരക്ഷണ ഉത്തരവിൻ്റെ ഒരു പകർപ്പും നടപടികളുടെ ചെലവുകൾ സംബന്ധിച്ച ഉത്തരവും മുതിർന്ന പൗരനോ അല്ലെങ്കിൽ
ആർക്ക് അനുകൂലമായാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അവരിൽ നിന്ന് യാതൊരു ഫീസും ഈടാക്കാതെ നൽകേണ്ടതാണ് എന്നാണ് പറയുന്നത്. സംരക്ഷണ ഉത്തരവിൻ്റെ ഒരു പകർപ്പും നടപടികളുടെ ചെലവുകൾ സംബന്ധിച്ച ഉത്തരവും. അപ്പോൾ ഈ സംരക്ഷണ ഉത്തരവ് ട്രിബ്യൂണലിൽ പുറപ്പെടുവിക്കുന്നു, അതിൻ്റെ പകർപ്പും അതുപോലെ നടപടികളുടെ ചെലവുകൾ സംബന്ധിച്ച ഉത്തരവും മുതിർന്ന പൗരനോ അല്ലെങ്കിൽ ആർക്ക് അനുകൂലമായാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അവരിൽ നിന്ന് യാതൊരു ഫീസും ഈടാക്കാതെ അവർക്ക് എന്ത് ചെയ്യണം, നൽകണം. അലവൻസും നടപടി ചെലവുകളും നൽകാതിരിക്കുന്നത് ട്രിബ്യൂണലിന് ബോധ്യപ്പെട്ടാൽ ട്രിബ്യൂണലിന് ബോധ്യപ്പെട്ടാൽ ആർക്കെതിരെയാണോ ഉത്തരവുണ്ടാക്കിയിട്ടുള്ളത് ആ വ്യക്തിയുള്ള സ്ഥലത്തെ ഏതെങ്കിലും ട്രിബ്യൂണലിനാൽ അത് നടപ്പാക്കേണ്ടതുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ 11 പറയുന്നത്. സെക്ഷൻ 11 എന്ന് പറയുമ്പോൾ സംരക്ഷണ ഉത്തരവ് നടപ്പാക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ സംരക്ഷണ ഉത്തരവ് ട്രിബ്യൂണലിൽ പുറപ്പെടുവിച്ചിരിക്കുന്നു, അത് നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 11 എന്ന് പറയുന്നത്. അതിൽ സെക്ഷൻ 11 പറയുന്ന സംരക്ഷണ ഉത്തരവിന്റെ ഒരു പകർപ്പും നടപടികളുടെ ചെലവുകൾ സംബന്ധിച്ച ഉത്തരവും മുതിർന്ന പൗരനോ അല്ലെങ്കിൽ ആർക്കനുകൂലമായാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അവരിൽ നിന്ന് യാതൊരു ഫീസും ഈടാക്കാതെ നൽകേണ്ടതാണ്. അലവൻസും നടപടി ചെലവുകളും നൽകാതിരിക്കുന്ന ട്രിബ്യൂണലിന് ബോധ്യപ്പെട്ടാൽ ആർക്കെതിരെയാണോ ഉത്തരവ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ വ്യക്തിയുള്ള സ്ഥലത്തെ ഏതെങ്കിലും ട്രിബ്യൂണലിനാൽ അത് നടപ്പാക്കേണ്ടതുമാണ് എന്നും കൂടെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത പറയുന്ന ഈ ഒരു അധ്യായത്തിന് കീഴിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അത്തരം ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തുക അയക്കേണ്ട കുട്ടികളോ ബന്ധുവോ ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ഉത്തരവിട്ട മുഴുവൻ തുകയും ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ നിക്ഷേപിക്കേണ്ടതാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. സെക്ഷൻ 13 പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിയമത്തിൽ അധ്യായം 2 നമ്മൾ പഠിക്കുന്നത്. 4 മുതൽ 18 വരെയാണ് അധ്യായം 2. അതിൽ സെക്ഷൻ 13 പറയുന്നത് എന്താണ്, ഈ അധ്യായത്തിന് കീഴിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അത്തരം ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തുക അയക്കേണ്ട കുട്ടികളോ ബന്ധുവോ ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ള ഉത്തരവിട്ട മുഴുവൻ തുകയും എന്താണ് ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ എന്താണ് നിക്ഷേപിക്കേണ്ടതാണെന്നും കൂടെ സെക്ഷൻ 13 പറയുന്നുണ്ട്. ഏതെങ്കിലും ട്രിബ്യൂണൽ ഈ നിയമത്തിന് കീഴിലുള്ള സംരക്ഷണ ചെലവിനായി ഉത്തരവിടുമ്പോൾ സംരക്ഷണ ചെലവിനുള്ള തുകയ്ക്ക് പുറമെ 5% കുറയാത്തതും 18% കൂടാത്തതുമായ നിരക്കിൽ ലളിതമായ പലിശ നൽകണമെന്ന് നിർദ്ദേശിച്ചേക്കാമെന്നും കൂടെ പറയുന്നു. ഇനി മെയിൻ്റനൻസ് ഓഫീസറെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഏത്, സെക്ഷൻ 18 എന്ന കാര്യം ഓർക്കുക. അപ്പോൾ മെയിൻ്റനൻസ് ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 18 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന സർക്കാരിന് ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറെയോ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസറെയോ മെയിൻ്റനൻസ് ഓഫീസറായിട്ട് നിശ്ചയിക്കാവുന്നതാണ്. അപ്പോൾ ആരെയാണ് മെയിൻ്റനൻസ് ഓഫീസറായിട്ട് നിശ്ചയിക്കാവുന്നത്, സംസ്ഥാന സർക്കാരിനാണ് നിശ്ചയിക്കാൻ പറ്റുന്നത്. ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറെയോ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു ഓഫീസറെയോ മെയിൻ്റനൻസ് ഓഫീസറായിട്ട് നിശ്ചയിക്കാവുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 18 പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിച്ചാൽ ഏതാണ്, നമ്മുടെ ഈ പറയുന്ന അധ്യായം 2 ഏറ്റവും അവസാനത്തെ സെക്ഷനാണ്, സെക്ഷൻ 18 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരികയാണ്. അധ്യായം 3 വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായമാണ് അധ്യായം 3. അധ്യായം 3 സെക്ഷനാണ് സെക്ഷൻ 19. വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 19. ഓരോ ജില്ലയിലും തുടക്കത്തിൽ കുറഞ്ഞത് 1 വെച്ച് സംസ്ഥാന സർക്കാരിന് ആവശ്യമെന്ന് തോന്നുന്ന വിധത്തിൽ എന്താണ് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കാം. ഇത്തരം വൃദ്ധസദനങ്ങൾ കുറഞ്ഞത് 150 അഗതികളായ മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകുന്ന രീതിയിൽ ഘട്ടം ഘട്ടമായി നടത്തിപ്പോരാവുന്നതാണ് എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. വൃദ്ധസദനങ്ങളിലുള്ള നിവാസികൾക്ക് വൈദ്യപരിചരണം അതുപോലെ വിനോദ മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും സംസ്ഥാന സർക്കാരിന് ഒരു പദ്ധതി നിർദ്ദേശിക്കാവുന്നതാണ് എന്നും കൂടെ ഇവിടെ പറയുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ അധ്യായം 4 വരികയാണ്. അപ്പോൾ അധ്യായം 3 എന്ന് പറയുന്ന വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ഏതാണ്, സെക്ഷൻ 19 മാത്രമാണ്. ഇനി അടുത്ത മുതിർന്ന പൗരന്മാരുടെ വൈദ്യപരിരക്ഷയുടെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, അധ്യായം 4 എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാരുടെ വൈദ്യപരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട അധ്യായം ചോദിച്ചാൽ അധ്യായം 4 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അധ്യായം 4 ബന്ധപ്പെട്ടതിൽ ആദ്യം പഠിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 20. മുതിർന്ന പൗരന്മാർക്കുള്ള വൈദ്യസഹായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 20 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മുതിർന്ന പൗരന്മാർക്കുള്ള വൈദ്യസഹായവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ ലിസ്റ്റിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന്, സർക്കാർ പൂർണ്ണമായോ ഭാഗികമായോ ധനസഹായം നൽകുന്ന ആശുപത്രികളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ എല്ലാ മുതിർന്ന പൗരന്മാർക്കും കഴിയുന്നത്ര കിടക്കകൾ നൽകുക. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ എന്താണ്
കഴിയുന്നത്ര കിടക്കകൾ നൽകുക, അല്ലെങ്കിൽ സർക്കാർ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ധനസഹായം നൽകുന്ന ആശുപത്രികളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ എല്ലാ മുതിർന്ന പൗരന്മാർക്കും കഴിയുന്നത്ര കിടക്കകൾ നൽകുക. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂകൾ ക്രമീകരിക്കുക. മുതിർന്ന പൗരന്മാർക്ക് വിട്ടുമാറാത്ത അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കുള്ള സൗകര്യം വിപുലീകരിക്കുക. എല്ലാ ജില്ലാ ആശുപത്രികളിലും വയോജന പരിചരണ സമ്പന്നനായ ഒരു മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വയോജന രോഗികൾക്കായിട്ട് പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളിലും കൃത്യമായി പറയുന്നു, എല്ലാ ജില്ലാ ആശുപത്രികളിലും വയോജന പരിചരണത്തിൽ പരിചയസമ്പന്നനായ ഒരു മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വയോജന രോഗികൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത അധ്യായം 5 മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അധ്യായം 5 എത്തിയിരിക്കുകയാണ്. അപ്പോൾ അധ്യായം 5 എന്ത്? മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അധ്യായം 4 നമ്മൾ പഠിച്ചു, അതിൽ സെക്ഷൻ 20 മാത്രമാണ്. അതുപോലെ അധ്യായം 3 നമ്മൾ പഠിച്ചു, സെക്ഷൻ 19 മാത്രമാണ്. ഇവിടെ അധ്യായം 5 എന്ത് വരുന്നത്? മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. മുതിർന്ന പൗരന്റെ ക്ഷേമത്തിനായുള്ള പ്രചാരണം, ബോധവൽക്കരണം മുതലായവയ്ക്കുള്ള നടപടികൾ എന്നിവയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 21. മുതിർന്ന പൗരന്റെ ക്ഷേമത്തിനായുള്ള പ്രചരണം, അതുപോലെ ബോധവൽക്കരണം മുതലായവയ്ക്കുള്ള നടപടികൾ എന്നിവയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണത്തിനായി സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ടെലിവിഷൻ, റേഡിയോ, അച്ചടി എന്നീ പൊതുമാധ്യമങ്ങളിലൂടെ കൃത്യമായ ഇടവേളകളിൽ വ്യാപകമായ പ്രചരണം നൽകുക. പോലീസ് ഉദ്യോഗസ്ഥർ, ജുഡീഷ്യൽ സർവീസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിലെയും സംസ്ഥാന സർക്കാരിലെയും ഉദ്യോഗസ്ഥർക്ക് ഈ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആനുകാലിക ബോധവൽക്കരണവും പരിശീലനവും നൽകുക. അതുപോലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആനുകാലിക അവലോകനം നടത്തുന്നതിനുമായിട്ട് നിയമം, ആഭ്യന്തരം, ആരോഗ്യം, ക്ഷേമം എന്നിവയുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും നൽകുന്ന സേവനങ്ങൾ തമ്മിലുള്ള ഫലപ്രദമായ ഏകോപനം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ശരിയായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് അധികാരങ്ങൾ നൽകുകയും ആർക്ക് അധികാരം നൽകുക? ജില്ലാ മജിസ്ട്രേറ്റിന് അധികാരങ്ങൾ നൽകുകയും ആവശ്യമായ ചുമതലകൾ ചുമത്തുകയും ചെയ്യും എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ശരിയായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് അധികാരങ്ങൾ നൽകുകയും ആവശ്യമായ ചുമതലകൾ ചുമത്തുകയും ചെയ്യും. കൂടാതെ ജില്ലാ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് കീഴിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാം. ആ വ്യക്തിക്ക് നൽകപ്പെട്ട പ്രാദേശിക പരിധിയിൽ ഏതെങ്കിലും അധികാരങ്ങൾ പ്രയോഗിക്കുകയോ ചുമതലകൾ നിർമ്മിക്കുകയോ ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത്. എന്താണ്? ആ വ്യക്തിക്ക് നൽകപ്പെട്ട പ്രാദേശിക പരിധിയിൽ ഏതെങ്കിലും അധികാരങ്ങൾ പ്രയോഗിക്കുകയോ ചുമതലകൾ നിർമ്മിക്കുകയോ ചെയ്യേണ്ടതാണ് എന്ന് ഇവിടെ പറയുന്നു. ഏതെങ്കിലും മുതിർന്ന പൗരൻ തനിക്ക് അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങളും അടിസ്ഥാന സുഖ സൗകര്യങ്ങളും നൽകാം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തന്റെ സ്വത്ത് ഇഷ്ടദാനമായോ മറ്റോ കൈമാറിയ ശേഷം അത്തരം സൗകര്യങ്ങളും ആവശ്യങ്ങളും നൽകാൻ സ്വത്ത് കൈപ്പറ്റിയ വ്യക്തി വിസമ്മതിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്താൽ പ്രസ്തുത സ്വത്ത് കൈമാറ്റ വഞ്ചനയിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ അനാവശ്യ സ്വാധീനത്തിൽ കീഴിലോ നടത്തിയതായിട്ട് എന്ത് ചെയ്യാം? കരുതപ്പെടാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ്? ഏതെങ്കിലും മുതിർന്ന പൗരൻ തനിക്ക് അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങളും അടിസ്ഥാന സുഖ സൗകര്യങ്ങളും നൽകാം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് തൻ്റെ സ്വത്ത് ഇഷ്ടദാനമായോ മറ്റോ കൈമാറിയതിനു ശേഷം അത്തരം സൗകര്യങ്ങളും ആവശ്യങ്ങളും നൽകാൻ സ്വത്ത് കൈപ്പറ്റിയ വ്യക്തി വിസമ്മതിക്കുകയോ വീഴ്ച പറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ്തുത സ്വത്ത് കൈമാറ്റ വഞ്ചനയിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ അനാവശ്യ സ്വാധീനത്തിൽ കീഴിലോ നടത്തിയതായിട്ട് കണക്കാക്കപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത്, കൈമാറ്റം ചെയ്യുന്ന ആളുടെ ഇഷ്ടപ്രകാരം ട്രിബ്യൂണൽ ഇത് അസാധുവായി പ്രഖ്യാപിക്കും. അപ്പോൾ എന്താണ്? ഈ സ്വത്ത് കൈമാറ്റം അസാധുവായിട്ട് പ്രഖ്യാപിക്കും. ഏതെങ്കിലും മുതിർന്ന പൗരന് ഒരു എസ്റ്റേറ്റിൽ നിന്ന് സംരക്ഷണം സ്വീകരിക്കാൻ അവകാശമുണ്ടെങ്കിൽ അത്തരം എസ്റ്റേറ്റോ അതിൻ്റെ ഭാഗമോ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ കൈമാറ്റം ചെയ്യുന്ന ആൾക്ക് അവകാശത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിലോ കൈമാറ്റം സൗജന്യമോ ആണെങ്കിൽ സംരക്ഷണം സ്വീകരിക്കുന്നതിനുള്ള അവകാശം കൈമാറ്റം ചെയ്യുന്ന വ്യക്തിക്കെതിരെ നടപ്പാക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, എന്നാൽ പ്രതിഫലത്തോടും കൂടിയും അവകാശത്തെക്കുറിച്ച് അറിവില്ലാത്തതുമായ കൈമാറ്റം കിട്ടിയ ആളിനെതിരെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരം അവകാശങ്ങൾ നടപ്പിലാക്കാൻ മുതിർന്ന പൗരന് കഴിവില്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് ആ വ്യക്തിക്ക് വേണ്ടി നടപടിയെടുക്കാനാകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത്, മുതിർന്ന പൗരന്റെ സംരക്ഷണമുള്ളവർ അത്തരം മുതിർന്ന പൗരന്മാരെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ, എന്താണ്? മുതിർന്ന പൗരന്റെ സംരക്ഷണമുള്ളവർ അത്തരം മുതിർന്ന പൗരന്മാരെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലേക്കുള്ള തടവോ അല്ലെങ്കിൽ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടാം എന്നിവിടെ പറയുന്നുണ്ട്. സെക്ഷൻ 24 പറയുന്നുണ്ട്. അപ്പോൾ സംരക്ഷിക്കേണ്ടവർ ഇവരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷയാണ് ഇവിടെ കൃത്യമായിട്ട് സെക്ഷൻ 24 പറയുന്നത്. 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലേക്കുള്ള തടവോ അല്ലെങ്കിൽ 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടാമെന്നാണ് ഇവിടെ പറയുന്നത്.
ഇനി ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾക്ക് ബാധകമാകുന്ന ഒരു കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാരപരിധി ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. അപ്പോൾ ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾക്ക് ബാധകമാകുന്ന ഒരു കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാരപരിധി ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. സെക്ഷൻ 27 പറയുന്നുണ്ട്. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ എന്ത്? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. 60 വയസ്സോ മുകളിലോ ഉള്ളവരെയാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ്. 60 വയസ്സിലോ മുകളിലോ ഉള്ളവരാണ് എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്നു, സംരക്ഷണത്തിനായുള്ള അപേക്ഷ ആർക്കെല്ലാം സമർപ്പിക്കാം. ഇത് പ്രീവിയസ് ആയിട്ട് വന്നതാണ്, ഓർത്തിരിക്കുക. ഒരു മുതിർന്ന പൗരനോ അല്ലെങ്കിൽ രക്ഷിതാവിനോ പറ്റും, നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹത്തിന് പ്രാപ്തിയില്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഒരു വ്യക്തിയോ സംഘടനയ്ക്കോ പറ്റും. ഇതുമല്ലെങ്കിൽ ട്രിബ്യൂണലിന് സ്വമേധയാ നടപടി എടുക്കാവുന്നതാണ്. ഈ 3 പോയിന്റുകൾ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി ഈ നിയമപ്രകാരമുള്ള എല്ലാ കുറ്റങ്ങളും കൊഗ്നിസബിൾ കുറ്റങ്ങളും ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളുമാണ്. കൊഗ്നിസബിൾ കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വാറന്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റങ്ങളാണ്. അതേസമയത്ത് എന്താണ്? ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങളാണ്. കൊഗ്നിസബിൾ ആണ്, അതേപോലെ തന്നെ ജാമ്യം ലഭിക്കുന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും നിയമം 2007 പ്രകാരം ട്രിബ്യൂണലിന്റെ മുമ്പാകെ സംരക്ഷിക്കുന്നതിനുള്ള അപേക്ഷ ലഭിച്ചാൽ കുട്ടികൾക്കോ ബന്ധുവിനോ അപേക്ഷ സംബന്ധിച്ച നോട്ടീസ് നൽകുകയും കുട്ടികൾക്ക് പറയാനുള്ളത് പറയാൻ അവസരം നൽകിയ ശേഷം സംരക്ഷണ തുക നിർണ്ണയിക്കാൻ ഒരു അന്വേഷണം നടത്തുകയും വേണം. ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻ പസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വായിച്ച് നോക്കുക. ഈ 2 സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഓപ്ഷൻ എ ബി സി ഡി അതിൽ ഏത് ഓപ്ഷനാണ് ശരി എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. സ്ക്രീൻ ഒന്ന് പസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാനൊന്ന് പറഞ്ഞു പോവാണ്. ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഞാൻ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റുകളും കാണാവുന്നതാണ്. ജസ്റ്റ് സ്ക്രീനൊന്ന് പസ് ചെയ്ത് വെച്ച് ഓരോ കാര്യങ്ങളൊന്ന് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടായിരിക്കും. അവിടെ വന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മനസ്സിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇത്തരത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിൻ്റെ ടോപ്പിക്ക് പഠിക്കുന്നു. ആ രീതിയിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.